ഹായ് ഓൾ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ. അപ്പോൾ അതിൻ്റെ ട്രിക്സ് എന്താണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ പൊങ്ങി നിൽക്കുക എന്നാണ് പറയുന്നത് എല്ലാവരും. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഫ്രില്ല് സെപ്പറേറ്റ് ഈ ഒരു ഫ്രില്ല് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണ മുന്നേ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഈ അരയിഞ്ച് തുമ്പിട്ട് ഭാഗമുണ്ടല്ലോ അവിടെ ഒരു സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ നമ്മൾ എൻഡിങ് കൂടെ കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതും യോക്കും ഈ ഒരു സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക, പതിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓവർലോക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു ഫ്രോക്കാണ്. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് കിടക്കണ്. അപ്പോൾ അതാണ് ആ ഒരു ട്രിക്സ് ഞാൻ ചെയ്യുന്ന രീതി. കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് നല്ല പെർഫെക്ഷനായിട്ട് എടുക്കും കേട്ടോ. ഈ ഒരു ഭാഗം പൊന്താതെ കിടക്കും. നേരെ പക്ഷേ നമ്മൾ ആ രണ്ട് സ്റ്റിച്ച് കൊടുക്കാതെ വെറുതെ ഈ ഒരു ഓവർലോക്ക് മാത്രം ചെയ്ത് പോയാൽ ഇത് നല്ല ഇങ്ങനെ വണ്ണച്ച് കിടക്കും. അപ്പോൾ ഇവിടെ എന്തായാലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് കുറവ് കാണിക്കട്ടെ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ള് പണി തീരാത്ത ഫ്രോക്കാണ്, ഓവർലോക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ ജോയിൻ ചെയ്തതിന് ശേഷം. അതുപോലെ നമ്മൾ ഈ ഒരു ഫ്രില്ല് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. അത് എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു പീസ് ഇതാ 4.5 ഇഞ്ച് വരുന്ന ഈ ഒരു പീസ് നമ്മൾ 44 ഇഞ്ചാണ് നമ്മുടെ മെറ്റീരിയൽ കിട്ടുക. ആ ഒരു 44 ഇഞ്ചിൽ നിന്ന് എത്ര പീസ് ഒരു മീറ്ററിന് കിട്ടുന്ന ഏകദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ 1, 2, 3, 4 ലെയർ വേണം. ആ ഒരു 4 ലെയറിന് എത്രയാണ് എടുക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 4 മാർക്കിങ്. ആ 4 മാർക്കിങ്ങിലും നമ്മളൊന്ന് റൗണ്ടിൽ അളവെടുക്കുക. ആ മാർക്ക് ചെയ്ത അളവുകളൊന്ന് നമ്മൾ ടാപ്പ് വെച്ചിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് 10.5 ഇഞ്ചല്ലേ നമ്മളെ ജോയിൻറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് 21 ഇഞ്ച് എടുക്കാം. ആ 21 ഇഞ്ചാണ് ഈ ഒരു ഫ്രില്ല് ഇടേണ്ടത്. ഫസ്റ്റ് ഫ്രില്ല് നമ്മൾ ഇട്ടതിന് ശേഷമുള്ള അളവ് 21 ഇഞ്ച്. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു 22 ഇഞ്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 22 ഇഞ്ച് വരണം ഈ ഒരു ഫ്രില്ലിൻ്റെ അളവ് മാത്രം. അപ്പോൾ ഇതിമൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് 21 കിട്ടും. അപ്പോൾ സെക്കൻഡ് ലെയറും അതുപോലെ നമ്മൾ ഈ ഒരു നെറ്റുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, ഈ അറ്റാച്ച് ചെയ്ത് ഈ നെറ്റ് ഉണ്ടല്ലോ, ഈ നെറ്റുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യണ ആ അളവുകളൊന്ന് റൗണ്ടിൽ നമ്മൾ അളവെടുത്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അളവ് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫ്രില്ല് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ മീറ്റർ കണക്കാക്കാന്നാണ് ഫസ്റ്റ് ലെയർ ഞാൻ കൊടുക്കാറ്. സാധാരണ നോർമൽ ഫ്രോക്കൊക്കെ 6 മീറ്ററാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ 8 മീറ്റർ കൊടുക്കും, തേർഡ് ലെയർ 10 മീറ്റർ കൊടുക്കും, ഫോർത്ത് ലെയർ 12 മീറ്റർ കൊടുക്കും. ഓരോ ലെയറും തമ്മിൽ 2 മീറ്ററിൻ്റെ ഡിഫറൻറ്റ് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിലുള്ള ഫ്രോക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിതിൽ സ്റ്റിഫ് നെറ്റൊന്നും കൊടുത്തിട്ടില്ല. കണ്ടില്ല, ഒരു ലൈനിങ്ങും സാധാ ക്രേപ്പ് ലൈനിങ്ങും പിന്നെ നെറ്റിലുമാണ് നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഫ്രില്ലുമാണ് വരുന്നത്. എന്നാലും ഈ ഒരു ഫ്രോക്ക് അത്യാവശ്യം നല്ല കണ്ടില്ലേ പഫി ആയിട്ട് കിടക്കും കേട്ടോ. ഇങ്ങനെ കിടക്കും. അതെല്ലാം ഒന്നും കൂടെ പഫി ആയിട്ട് കിടക്കണം എന്നുള്ളവർക്ക് നമ്മൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പീസമ്മ ഈ ഭാഗത്തുനിന്ന് വെച്ചിട്ട് സ്റ്റിഫ് നെറ്റ് കൊടുത്താൽ മതി. ഇതേപോലെ ഫ്രില്ലിട്ടിട്ട് നമ്മൾ ഇവിടെ നിങ്ങളുടെ അളവെടുത്തിട്ട് ഒന്നുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതിമാണ്ട് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഫ്രില്ലുകൾക്ക് നമ്മൾ എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണം, ഒരു വയസ്സിന് 4 ലെയർ കൊടുക്കാനുള്ള ഫ്രോക്കിനൊന്നും ഇങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ നമ്മൾ 4.5 ഇഞ്ചിലാണ് ഓരോ പീസും ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പീസുകളൊക്കെ നമ്മൾ 4.5 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 4.5 ഇഞ്ച് ടു 9 അങ്ങനെ 13.5 അങ്ങനെ 4.5 ഇഞ്ചിനെ മാർക്ക് ചെയ്തിടാണ്. 4.5, 9, 13.5 പിന്നെ 4.5. അപ്പോൾ ഇതിപ്പോൾ ആകെ വരുന്നത് ലെങ്ത്ത് വരുന്നത് 34 ഇഞ്ചാണ്. 34 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 44 ഇഞ്ച് കിട്ടും. ആ 44 ഇഞ്ചുമെന്ന്
നമുക്ക് ഏകദേശം 4.5 ഇഞ്ചിൻ്റെത് 9 പീസ് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. 44 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2 സൈഡും കര പോകും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ്. അപ്പോൾ നമുക്കൊരു 4 മീറ്റർ വന്ന് നമുക്ക് ഏകദേശം ഗുണിച്ചാൽ കിട്ടും എത്ര മീറ്റർ ഇതിൻ്റെ പീസ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് പറഞ്ഞല്ലോ. ഫസ്റ്റ് 8 മീറ്റർ, സെക്കൻഡ് 10 മീറ്റർ, അപ്പോൾ 18ആയി. സെക്കൻഡ് 12 മീറ്റർ, അപ്പോൾ 22ആയി, അല്ല 20ആയി. അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ എടുക്കാം. അപ്പോൾ ഒരു പീസ് വന്ന് 4 ഇഞ്ചിൽ എത്ര പീസ് കിട്ടും, 4.5 ഇഞ്ചിൽ എത്ര പീസ് കിട്ടും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയർ ഫ്രോക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ എത്ര വരും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആക്കിയത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടിപൊളി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറൊരു മോഡൽ ഫ്രോക്ക് ഉണ്ട്, അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോഡൽസ് ഇട്ടപ്പോൾ അതിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ ആ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.